ഇനിയല്ല, നമ്മളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മയും വാപ്പയാ. നമ്മൾ കാരണം അഭിമാനിക്കണം, നമ്മൾ കാരണം തലയുയർത്തി നടക്കണം അവര്. അതിന് ഹറാമിലേക്ക് പോവാതിരിക്കുക. ഇത് തലയ്ക്ക് പിടിച്ച തുടക്കത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല, ദിവസങ്ങൾ കഴിയും, സ്നേഹം അങ്ങ് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. അവസാനം കല്യാണത്തിനോട് അടുക്കുമ്പോഴേ ഇരിക്കും കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, കുടുംബം കൂട്ടും മാച്ചല്ല, ഒരിക്കലും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ കഴിയാത്ത ബന്ധമാണ് എങ്കിൽ നിങ്ങൾ ഓർക്കണം. കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഒരു കുട്ടികൾ പറയണത്, ഒരു ചെക്കനെ കുറിച്ച് പറഞ്ഞു, അവർ കള്ളുടിക്കും. ഇവളോട് പറഞ്ഞിട്ട് എത്ര അവൾ വിശ്വസിക്കുന്നില്ല. പ്രേമം അങ്ങനെയാണല്ലോ, ഏറ്റവും നന്മകൾ, ഏറ്റവും പോസിറ്റീവ് സ്വഭാവത്തെ മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ. രണ്ടുപേരും അതെ, നല്ല സ്വഭാവങ്ങൾ മാത്രമേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുള്ളൂ. നെഗറ്റീവ് സ്വഭാവങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കില്ല, ചീത്ത സ്വഭാവങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കില്ല. ഇനി അഥവാ കാണിച്ചാലും അതൊക്കെ സഹിക്കാനും പൊരുത്തപ്പെടാനുള്ള ശേഷിയിലേക്ക് നമ്മളെ എത്തിക്കും. അത്ര വലിയൊരു വികാരമാണ് പ്രേമം എന്ന് പറയുന്നത്, അതിലേക്ക് എത്തിക്കും. അപ്പോൾ അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കും നമ്മൾ. ഈ കള്ളു കുടിക്കുന്ന ഉമ്മയും വാപ്പയും പറഞ്ഞിട്ട് അവൾ വിശ്വസിച്ചില്ല. അവസാനം എവിടുന്നോ ഒരു CCTV ഫൂട്ടേജൊക്കെ കൊണ്ടുവന്ന് അവൻ കള്ളു കുടിക്കുന്നത് സൂം ചെയ്ത് കണ്ടോക്ക് മനസ്സിലായി ഓൻ തന്നെയാണ് കുടിക്കുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സാറില്ല ഡോക്ടറെ, അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളാം എന്ന്. കള്ളുകുടിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിയെടുത്തോളാം. ഹൗ ബ്രേവ് ഷീ ഈസ്. ആലോചിച്ച് നോക്കി, ഓൾ എത്ര ധൈര്യവതിയാണ്, ഓളെ ധൈര്യമാണ് അത് കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുക്കാന്നേ. ഏതെങ്കിലും ആണുങ്ങൾ, ഏതെങ്കിലും മനുഷ്യന്മാർ കല്യാണം കഴിഞ്ഞിട്ട് കുടി മാറ്റിയിക്കണ? കുടീൻ്റെ കൂടെ അടിയും കൂടെ തുടങ്ങുന്നല്ലാണ്ട് കുടി മാറ്റൂല. വ്യാമോഹമാണ് അവളുടെ, അത് വ്യാമോഹമാണ്. കാരണം ആ വികാരം അത്രയും തീക്ഷ്ണമായി മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുക, ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ദീൻ.